വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയ 6ാം ക്ലാസ് പാഠഭാഗത്തിലെ സയൻസ് പാർട്ട് 1ലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ടേബിൾ, ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മിശ്രിതങ്ങൾ എന്താണ്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ലായനികളിലെ വൈവിധ്യം. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. അപ്പോൾ വാതകം ഒരു ഖരപദാർത്ഥത്തിൽ ലയിച്ചാൽ അതെന്താവും? ലായനിയാവും. ഖരപദാർത്ഥം തന്നെ മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിക്കുമ്പോഴും എന്താവും? ലായനിയാവും. പല്ലേഡിയം എന്നൊരു ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടായ ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പം ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖരവാതക ലായനിക്ക് എക്സാമ്പിളാണ് പല്ലേഡിയം എന്നൊരു ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനിയാണ് ഖരവാതക ലായനിക്ക് ഉദാഹരണം. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. അപ്പോൾ ഖരത്തിൽ ലയിച്ച ലായനികൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? സ്വർണം, പിച്ചള, വെങ്കലം. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് എന്ത് പറയുക? 916 സ്വർണം എന്ന് പറയുന്നത്. ഇതും ഒരു ഖരലായനിയാണ്. അപ്പോൾ ലായനികളിലെ വൈവിധ്യം എന്നുള്ള ബോക്സിൽ ഈ പലേഡിയം അല്ലേ, അത് നമുക്ക് പുതിയൊരു ടേമാണ്. പലേഡിയവും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന ലായനി എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഖരവാതക ലായനിക്ക് ഉദാഹരണമാണത്. അതുപോലെ ഏകാത്മക മിശ്രിതങ്ങൾ എന്താണ്, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്താണെന്ന് നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് എങ്കിൽ അത്തരം മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് എങ്കിൽ അതിനെ എന്ത് പറയുന്നു? ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായു അതൊരു മിശ്രിതമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നൈട്രജൻ 78% ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ഉണ്ട്, ഓക്സിജൻ 21%, മറ്റുള്ളവ 0.96 ഈ ഒരു പെർസെൻറ്റേജ് സാധാരണ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിക്ക് പഠിച്ചു വെച്ചേക്കാം. നൈട്രജൻ 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04, ഓക്സിജൻ 21, പിന്നെ മറ്റുള്ളവ 0.96 ആണ്. കണാദൻ നമുക്കറിയാം അല്ലേ, കണാദ മുനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2ാം ശതകത്തിലെ 6ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്ന് അദ്ദേഹം പേര് നൽകി. പരമാണു സിദ്ധാന്തം ആരുടെയാണ്? കണാദൻ്റെ ആണ്. ഇനി ഇവിടെ ഒരു ആറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നത്. ഇപ്പോൾ H2O അല്ലേ, അങ്ങനെ ജലതന്മാത്ര ഉണ്ടാകുന്നു. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണ് പഞ്ചസാര തന്മാത്ര ഉണ്ടാകുന്നത്. C12, H22, O11. അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വരിക. 12 കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ 22, ഓക്സിജൻ 11. ശുദ്ധ പദാർത്ഥങ്ങൾ നമ്മളപ്പോൾ ഏകാത്മക മിശ്രിതങ്ങൾ പഠിച്ചു, ഭിന്നാത്മക മിശ്രിതങ്ങൾ പഠിച്ചു. ഇനി ശുദ്ധ പദാർത്ഥങ്ങൾ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ഇത് മിശ്രിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തന്മാത്രകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് എല്ലാം സെയിം ആയിട്ടുള്ള തന്മാത്രകളായിരിക്കും ശുദ്ധ പദാർത്ഥത്തിൽ ഉണ്ടാവുക. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന ശുദ്ധ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇരുമ്പ്, ചെമ്പ്, കാർബൺ, അതുപോലെ ജലം, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ വേണ്ടത് ഇപ്പോൾ കഞ്ഞിയിൽ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. പെൻസിൽ, ഗ്രാഫൈറ്റ് ഉണ്ട്. അതുപോലെ പഞ്ചസാര, സോഡ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡുമുണ്ട്, ജലമുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാത്രമേ ഉള്ളൂ. സ്വർണ്ണാഭരണത്തിൽ എന്തൊക്കെയുണ്ട്? സ്വർണ്ണം, വെള്ളി, ചെമ്പും ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് വായിക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധ പദാർത്ഥമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് പറയാം. അപ്പോൾ ഈ പദാർത്ഥങ്ങളെയാണ് എന്ത് തിരിക്കുക? ശുദ്ധ പദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും തിരിക്കുന്നത്. മിശ്രിതങ്ങളിൽ തന്നെ വരുന്ന ഡിഫറൻസിയേഷനാണ് ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ പദാർത്ഥങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അയിരുകൾ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചിരുന്നു. മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് കാന്തം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായ നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നതിന് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ വൃക്കകൾ തകരാറിലായാൽ എന്താണ് അതിൻ്റെ പ്രതിവിധി ചോദിച്ചാൽ ഡയാലിസിസ് പ്രക്രിയയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വലുതായിട്ട് അങ്ങനെ PSC ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.